ഇത് നമ്മളെ തളങ്കരയില് ടി ഉബൈദ് സാഹിബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ടായിരുന്നു. ഉബൈദ് സാഹിബ് അയാള് വലിയ മുസ്ലിം ലീഗിന്റെ നേതാവും ഒരുപാട് ഗാനങ്ങൾ രചിച്ചതും മാപ്പിളപ്പാട്ട്. അങ്ങനെ അതിനെ അവിടെ അന്നുണ്ടായ കുട്ടികളോട് പാടിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ പാട്ട് പഠിക്കാൻ തുടങ്ങി നമ്മളെ ഈ നാടൻ പാട്ട്, അതായത് ബദുൽ മുനീർ, സഫലമാല, ഇങ്ങനെയുള്ള നിക്കാഹ് മാല, ഇങ്ങനെയുള്ള പാട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടായില്ലേ. പഠിച്ച പാട്ട് വയലിൽ കൃഷി ചെയ്യുമ്പോ ഒച്ചത്തിൽ ഞാൻ പാടിക്കൊണ്ടുണ്ടായിന്. അപ്പൊ ആ സമയത്ത് കൃഷി നോക്കാൻ വേണ്ടി തളങ്കര തെരുവത്ത് ഭാഗത്തുനിന്ന് കുറെ ആള് വന്നു. അപ്പൊ എന്നെ പാട്ട് പാടുന്ന കേട്ടിട്ട് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നോട് കേട്ട് നീ പാട്ട് പഠിക്കാൻ തുടങ്ങി. എന്നാൽ തെരുവത്ത് ഉബൈദ് അറിയുന്ന ഒരാളുണ്ട്. അയാൾ നല്ല പാട്ടെല്ലാം എഴുതി കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു എല്ലാം ഉണ്ട്. നീ ആടപ്പോ അയാളെ ഞാൻ പറഞ്ഞയച്ചത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആടപ്പോ. ആ പറഞ്ഞ ആള് MP അബ്ദുൽ ഖാദർ ഷാ എന്ന ആളാണ്. നമ്മളെ അളയാന്റെ ഒരു ബന്ധമുണ്ട് അത്. അങ്ങനെ അയാള് പറഞ്ഞിട്ട് ഞാൻ പോയി തീരത്ത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് വേറെ ആരും കാണുന്നില്ല. അവസാനം നോക്കുമ്പോ ഒരാൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അയാളോട് കേട്ട് ഉപേക്ഷ എവിടെ ഉണ്ടാവും എന്നുണ്ടാവുന്നിട്ട് അല്ല, പുതിയ പാട്ട് എഴുതി കൊടുക്കുന്നു, പഠിപ്പിക്കുന്നുണ്ട് എന്നല്ല എന്നോട് MP അബ്ദുൽ ഖാദർ ഷാ പറഞ്ഞതിന്. അയാള് പറഞ്ഞയച്ചത് തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്. നീ ഏതെല്ലാം പാട്ട് പഠിച്ചു? ഞാൻ പാട്ട് പഠിച്ചത് ബദുൽ മുനീർ, സഫലമാല, ഇങ്ങനത്തെ എല്ലാം ഷെബീന പാട്ടിന്ന് കുറച്ച് പാടി പഠിച്ചിന്. അങ്ങനെ എന്നെ അയാൾ കൂട്ടിക്കൊണ്ടുപോയി ഒരു റൂം തുറന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്ന്. എന്നിട്ട് അയാൾ ബെൽപ്പ് തുറന്നിട്ട് പാട്ട് എഴുതിയ പാട്ടിന്റെ കുറെ അട്ടി തന്നെ ഉണ്ടായി. അതിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് എനിക്ക് തന്നു. നീ ഇത് പാടുക അറിഞ്ഞെന്നോട്. അങ്ങനെ ഞാനത് നോക്കിയിട്ട് പാടി. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അയാള് രചിച്ച പാട്ട്. ആ പാട്ട് അത് എന്തിതോ വാനിൽ പുതുതായി കരിനിഴൽ കാണുന്നു തങ്ങി നിറഞ്ഞിട്ടാണ് അതിന്റെ തുടക്കം. ആ പാട്ട് എൻ്റെ അടുത്ത് ഇന്നുണ്ട്. അയാൾ എത്തുന്ന അതേ കടലാസിന്റെ ഉണ്ട് കയ്യില്. അതേ കടലാസിന്റെ ഇത് അയാള് ഇങ്ങനത്തെ കുറെ ബുക്ക് അയാള് എഴുതിയിട്ട് അവർക്കെല്ലാം കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ പോയ ആ സമയത്ത് എനിക്ക് തന്നതാണ് ഇത് മുസ്ലിം ലീഗിന്റെ ഗാനങ്ങൾ. ഇതിന് പിന്നെ ഇങ്ങനെ അയാൾ തരുമ്പോ ഞാൻ കൊടുത്തിട്ട് പഠിച്ച് പിന്നെ എന്നല്ലാണ്ട് എൻ്റെ നേരെ ഓർമ്മയിലുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രചിച്ച ആ പാട്ട്. എന്തിതോ വാനിൽ പുതുതായി, എന്തിതോ വിണ്ണിൽ പുതുതായി കരിനിഴൽ കാണുന്നു തങ്ങി എന്നു ലണ്ടൻ ഗോപുരങ്ങൾ തങ്ങളിൽ ചോദ്യം തുടങ്ങി. അങ്ങനെയുള്ള ഒരു പാട്ടാണ് അത്. ഞാൻ ഇപ്പോ അടുത്ത് ഒരു 5-6 കൊല്ലത്തിൻ്റെ ഇടയിൽ തിരുവത്തൊന്ന് 2 പ്രാവശ്യം ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഒരു പ്രാവശ്യം ആ പാട്ട് പാടിനി ഞാൻ. അന്ന് എന്നെ ആടുന്നല്ല ആദരിക്കെല്ലാം ചെയ്യുന്നില്ല. ഇതെല്ലാം പാട്ട് തന്നെ. ഇത് ചെതില് പിടിച്ച് നമ്മളെ എൻ്റെ മരത്തിന്റെ ഒരു ഇതുണ്ടായിന്, അതിൽ വെച്ചിട്ട് നോക്കുമ്പോൾക്ക് ചെതില് പിടിച്ച്. എന്നാലും ഇത് ഓർമ്മയിൽ എടുക്കാൻ കിട്ടുന്നു. അത് ഞാൻ ഭാഗ്യത്തിന് ഓവർ അക്ഷരം പോയിട്ടില്ല. അപ്പൊ ഇതാണ് ബുക്ക്. അത് ഉബൈദ് ഫോട്ടോ അത് കാണിക്കല് നേരെ. ഉബൈദ് ടി ഉബൈദ് സാഹിബ്. പണ്ട് കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാ. ഏതാ ഇത്? നോക്കി. ഇത് ഉബൈദ് ദിനം 2013 ഒക്ടോബർ 3. ഒക്ടോബർ 3. ഓക്കെ. അപ്പൊ ഉപ്പപ്പ ടി ഉബൈദിന്റെ ഒരു ശിഷ്യനല്ലേ? ഉപ്പപ്പ എത്രാമത്തെ ശിഷ്യൻ അറിയോ? അതറിയില്ല. ഞാൻ പോകുമ്പോ ഞാൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉപ്പപ്പ പോകുമ്പോ ഉപ്പപ്പ മാത്രമേ ഉണ്ടായിരുന്നു.
ആടെ ഇത് ആരും അറിയില്ല. ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ബെഞ്ചില്. അയാൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയില്ലേ, അയാളെ കണ്ടിരുന്നില്ല. പിന്നെ അവസാനം അയാളോട് ഞാൻ ചോദിച്ചാ, ഇരിക്കുന്ന ആളോട്, ഉപയോഗിച്ച അവിടെ ഉണ്ടാവുന്നു. അപ്പൊ എന്തിനടാന്ന് എന്നോട് കേട്ട്. അയാൾ പുതിയ പുതിയ പാട്ടെല്ലാം ഇത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെ കാണാൻ വേണ്ടി വന്നു. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് അയാൾ റൂം തുറന്നിട്ട് ആടെ ഇരുത്തി, ബെൽറ്റ് തുറന്നിട്ട് കടലാസ് എടുത്ത് തന്നു. ഇതിനെ പാടി നിറഞ്ഞ് പാടി. നല്ല ഉഷാർ തലക്ക് കൈ അടിച്ച് നല്ല ഉഷാർ. ആടുന്ന് പഠിച്ച് 3 പാട്ടേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറെ ബുക്കെല്ലാം അയാൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം അയാൾ തന്നെ. അതെനിക്കിപ്പോ ഓർമ്മയില്ല. ഞാൻ പോയത് അയാളടുത്ത് 48 മറ്റോ, 1948. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷം, കഴിഞ്ഞതിന്റെ ശേഷം. എത്ര വയസ്സെന്നറിയോ? അപ്പോ വയസ്സ് എത്രയാന്ന് പറഞ്ഞെങ്കിൽ 1941 ഞാൻ ജനിക്കുന്നത്. 1941. കൊല്ലം ജനിച്ച കൊല്ലം അറിയുന്ന മാത്രം. 41 ജനിച്ചത്. പിന്നെ കറക്റ്റ് അങ്ങനെ അത് പറയാൻ പറ്റുന്നില്ല. അത് അപ്പൊ ആ സമയത്ത് അങ്ങനെ റെക്കോർഡ് ആക്കലില്ലല്ലോ. സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിനെ അടിസ്ഥാനത്തില് ജനിച്ച കൊല്ലം ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഉപ്പ 1900 സംതിങ്ങിലാണ് അവിടെ പോയത്. സംതിങ്ങിലാണ് പോയത്. അത് പോവാൻ പറഞ്ഞ തന്നെ എന്നെ, ഞാൻ പാട്ട് പാടുന്ന കാണുമ്പോ എന്റെ അടുത്ത് വന്ന് കൃഷി നോക്കാൻ വന്ന ആള്, തളങ്കര തെരുവത്തെ ഭാഗത്ത് നിന്ന്. അപ്പൊ അയാൾ എന്നോട് കേട്ട്, നീ പാട്ട് പഠിക്കാൻ തുടങ്ങിയില്ല. എന്നാല് തെരുവത്ത് തളങ്കര ഉബൈദ് എറിയുന്ന ഒരാളുണ്ട്, അയാളുടെ അടുത്ത് നീ പോ, ഞാൻ പറഞ്ഞയച്ചത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് എന്നെ അയച്ചത്. നമ്മളെ കുടുംബത്തിൽ ഏകദേശം എല്ലാവർക്കും പാട്ട് പാടാൻ അറിയുന്നില്ലേ? ഏകദേശം ഇങ്ങനെ തലമുറ എന്ന് പറയുന്നത് പാട്ട് പാടി വരുന്നുണ്ട്.